നമസ്കാരം. ലേഡീസ് ഓഫ് ദി കോറൻസ് എന്ന സിനിമയുടെ പരാജയ കാരണം കൊളംബിയ സ്റ്റുഡിയോയിൽ നിന്നും മെർലിൻ മൺറോയെ പുറത്താക്കിയാണെന്ന് സ്റ്റുഡിയോ മേധാവി ഹാരി ഹോഗൻ മെർലിനെ അറിയിച്ചു. സാധാരണയായി ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റിനെ പുറത്താക്കുന്നത് പതിവ് നടപടിയായിരുന്നില്ല. പക്ഷെ മെർലിന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. തന്റെ ഓഫീസ് മുറിയിൽ വെച്ച് മെർലിനെ കണ്ട ഹാരി ഹോഗൻ അപമര്യാദയായി പെരുമാറുകയും ആ പെരുമാറ്റത്തെ മെർലിൻ തടയുകയും അയാളുടെ അനുവാദമില്ലാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതിനാലാണ് മെർലിനെ പുറത്താക്കിയത്. തുടർന്ന് മെർലിൻ മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫോക്കസ് സ്റ്റുഡിയോയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനിടയിൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു കലണ്ടറിന് വേണ്ടി കുറച്ച് അർദ്ധനഗ്ന ഫോട്ടോസുകൾ ഫോഴ്സ് ചെയ്ത് പണമുണ്ടാക്കി. ഇതിനുശേഷം തികച്ചും യാദൃശികമായാണ് അമേരിക്കൻ മാധ്യമ രംഗത്തെ ഉന്നതരായ ജോണി ഹേലസിനെ പരിചയപ്പെടുന്നത്. ഹോളിവുഡ് സിനിമകളുടെ സീനിയർ പ്രൊമോട്ടറായിരുന്ന 50-കാരനായ ജോണി അദ്ദേഹവുമായുള്ള അടുപ്പം മെർലിന് വീണ്ടും സിനിമയിൽ സജീവമാകാനുള്ള വഴി തുറന്നു കിട്ടി. 20th സെഞ്ചുറി, ഫോക്കസും കൊളംബിയ പിക്ചേഴ്സും ഉൾപ്പെടെയുള്ള സ്റ്റുഡിയോ മേധാവികളടക്കം ജോണിയെ ആദരിച്ചിരുന്നു. അങ്ങനെ കൊളംബിയ പിക്ചേഴ്സിലേക്ക് വീണ്ടും മെർലിൻ ക്ഷണം വന്നെങ്കിലും അവൾ അത് നിരസിച്ചു. തുടർന്ന് ഫോക്കസ് സ്റ്റുഡിയോയിൽ പുതിയ സിനിമയായ ദി ആസ്ഫാൾട്ട് ജംഗിളിൽ എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ കരാറായി. ജോൺ ഗസൺ ആയിരുന്നു ഈ സിനിമയിലെ സംവിധായകൻ. ജോണി ഹേലസ് എന്ന വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് വന്ന ദൈവദൂതനാണെന്ന് മെർലിൻ വിശ്വസിച്ചു. ഭാര്യയുമായി പിരിഞ്ഞതിനു ശേഷം ഹേലസ് ഹോളിവുഡിൽ ഒരു ചെറിയ വീട് വാങ്ങി മെർലിന്റെ കൂടെ താമസിക്കുവാനും തീരുമാനിച്ചു. പക്ഷെ അധികം നാൾ നീണ്ടു നിന്നില്ല ജോണി ഹേലസുമൊത്തുള്ള മെർലിന്റെ ജീവിതം. ഹൃദയാഘാതത്തെ തുടർന്ന് ജോണി മരണപ്പെട്ടു. മരണശേഷം ഹേലസിന്റെ സഹോദരൻ വന്നു ആ വീട്ടിൽ നിന്നും മെർലിനെ പുറത്താക്കി. തുടർന്ന് മെർലിൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. സുഹൃത്തും മെർലിന്റെ അഭിനയ പരിശീലകയുമായ നടാഷയാണ് മെർലിനെ രക്ഷപ്പെടുത്തിയത്. അമിതമായ ഉറക്കഗുളിക കഴിച്ച് തന്റെ അപ്പാർട്ട്മെന്റിൽ മരണാസന്നയായി കിടക്കുമ്പോഴാണ് യാദൃശികമായി നടാഷ് അവിടെ എത്തിയത്. ജോണി ഹേലസിന്റെ വേർപാട് മെർലിനിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. പക്ഷെ വീണ്ടും സിനിമയിൽ സജീവമാകുവാൻ മെർലിന് പ്രചോദനമായത് നൽകിയത് നടാഷയായിരുന്നു. പുതിയ സിനിമയായ ദി ആസ്ഫാൾട്ട് ജംഗിളിൽ അഭിനയിക്കുമ്പോൾ കൃത്യനിഷ്ഠ പാലിക്കാതെയുള്ള മെർലിന്റെ സമീപനം സംവിധായകന് ഒരുപാട് തലവേദനകൾ സൃഷ്ടിച്ചു. ഒരു ജുവലറി ഷോപ്പ് കൊള്ളയടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിന്റെ കഥയായിരുന്നു സംവിധായകൻ ജോൺ ഗസൺ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചത്. ക്രിമിനൽ സംഘത്തിലെ നേതാവായ വൃദ്ധന്റെ യുവതിയായ ഭാര്യയുടെ വേഷമായിരുന്നു മെർലിന്. ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയാണ് അയാൾ ജുവലറി ഷോപ്പ് കൊള്ളയടിക്കുവാൻ പദ്ധതിയിടുന്നത്. പക്ഷെ കൊള്ളയടിക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ക്രിമിനൽ സംഘത്തിലെ എല്ലാവരെയും കൊല്ലപ്പെടുകയും ചെയ്യുന്നിടത്ത് വെച്ച് സിനിമ അവസാനിക്കുന്നു. കൊള്ളത്തലവന്റെ ഭാര്യാവേഷം അസാമാന്യമായ മെയ്വഴക്കത്തോടെയാണ് മെർലിൻ അവതരിപ്പിച്ചത്. ഹോളിവുഡിലെ വൻ വിജയം നേടിയ സിനിമകളിൽ ഒന്നായി അത് മാറി. ന്യൂയോർക്ക് പോസ്റ്റിലും ഹെറാൾഡ് ട്രൈബ്യൂണിലും ടൈം മാഗസിനിലും ദി ആസ്ഫാൾട്ട് ജംഗിൾ എന്ന സിനിമയിലെ നായകനായി മെർലിൻ ശ്രദ്ധേയമായി. അഭിനയ പ്രകടനങ്ങൾ വാഴ്ത്തപ്പെട്ടു. തുടർന്ന് ഫോക്കസിന്റെ അനേകം സിനിമകളിലെ നായിക വേഷങ്ങൾ കരാറായി. 1951 21-കാരി മെർലിൻ ലോസ് ആഞ്ചലോസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടരുവാൻ തീരുമാനിച്ചു. സാഹിത്യമായിരുന്നു മെർലിന്റെ തെരഞ്ഞെടുത്ത വിഷയം. ഒരു സാധാരണ പെൺകുട്ടിയുടെ വേഷത്തിൽ മെർലിൻ പഠിക്കുവാൻ തുടങ്ങി. ഹോളിവുഡിലെ ഹിറ്റ് സിനിമയിൽ നായികയായി അഭിനയിച്ചു. പെൺകുട്ടിയാണ് തങ്ങളുടെ സഹപാഠി എന്ന് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അറിഞ്ഞില്ല. ഫ്രാൻസ് കാഫയായിരുന്നു മെർലിന്റെ പ്രിയ എഴുത്തുകാരൻ. ക്ലിഫോർഡ് ഓ സച്ചസിന്റെ നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായ ക്ലാഷ് ബൈ നൈറ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചു. അതിലെ മെർലിന്റെ പ്രകടനത്തെ ന്യൂയോർക്ക് വേൾഡ് ടെലഗ്രാം വാനോളം പുകഴ്ത്തി. മെർലിൻ മൺറോ സൂര്യനെ വെല്ലുന്ന താരമായി പ്രശസ്തിയിലേക്ക് കുതിച്ചുയരുകയായിരുന്നു.